മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ തൻ്റെ ഭർത്താവായ മേഘൻ ഇത്രയും കാലം തന്നെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു എന്നതിൻ്റെ യഥാർത്ഥ സത്യം കണ്ടുപിടിക്കാൻ തന്നെ മഞ്ജു തീരുമാനിച്ച് ഉറപ്പിക്കുന്നു. അങ്ങനെ സാഗറിൽ നിന്നും മാനസയുടെ അഡ്രസ്സ് സംഘടിപ്പിക്കുന്ന മഞ്ജു കാറിൽ അവിടെ എത്തി. മേഘൻ അവിടെ വരുന്നുണ്ടോ എന്ന് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. എല്ലാം നേരിട്ട് കണ്ട് ബോധ്യപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേട്ടോ മഞ്ജു അങ്ങനെ ചെയ്യുന്നത്. സാഗറിൻ്റെ പുറകിൽ നിന്നും ചരട് വലിക്കുന്നത് മാർക്കോ ആണെന്നുള്ള കാര്യമൊന്നും മഞ്ജു അറിയുന്നില്ല. മാർക്കോയ്ക്കാണെങ്കിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും വേർപിരിക്കാൻ വേണ്ടിയിട്ട് വൃത്തികെട്ട കളി കളിച്ച മേഘന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സാഗറിനെ തുറുപ്പുചീട്ടാക്കിയിട്ട് കളിക്കുന്നത്. അപ്പോൾ സാഗറിനാണെങ്കിലും മേഘനോട് നല്ല പകയുണ്ട്. അതുകൊണ്ട് തന്നെ സാഗറിനും മാർക്കോയോടൊപ്പം ചേരുന്നു. അങ്ങനെ മേഘൻ്റെ ദാമ്പത്യ ജീവിതം ഏകദേശം തകർച്ചയുടെ വക്കിലാണെന്ന് മനസ്സിലാക്കുന്ന മാർക്കോ ഗൂഢമായിട്ട് തന്നെ സന്തോഷിക്കുന്നുണ്ട്. കണ്ണൻ സാറിൻ്റെ വാക്കുകൾ ധിക്കരിച്ച് മേഘനെ വിവാഹം കഴിച്ച മഞ്ജുവിനും നല്ല ശിക്ഷ തന്നെ കിട്ടണമെന്ന് മാർക്കോ ആഗ്രഹിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അന്ന് സാഗറിനെയും മഹാലക്ഷ്മിക്കും വഴിവിട്ട ബന്ധമുണ്ടെന്ന് മേഘൻ പറഞ്ഞപ്പോൾ അതെല്ലാം വിശ്വസിച്ച് മഹാലക്ഷ്മിയെ അങ്ങേയറ്റം വേദനിപ്പിച്ച ആളാണ് മഞ്ജു. മഹാലക്ഷ്മി പ്രേമരോഗിയാണ്, സാഗറിനോടൊപ്പം ഒളിച്ചോടി പോകും എന്നെല്ലാമാണ് മഞ്ജുവും പറഞ്ഞു പരത്തിയത് മേഘൻ്റെ കൂടെ ചേർന്ന്. അപ്പോൾ നല്ലവളിൽ നല്ലവളായ മഹാലക്ഷ്മിയെ കണക്കിന് ദ്രോഹിച്ച മഞ്ജുവും വേദനിച്ച് കാണണമെന്ന് തന്നെ മാർക്കോ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ മഞ്ജു മാനസയുടെ വീടിൻ്റെ അവിടെ കാറിൽ മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതേ സമയം തന്നെ മഞ്ജുവിനെ ഞെട്ടിച്ചുകൊണ്ട് മാനസയ്ക്കും അപ്പുവിനും കൈ നിറയെ സമ്മാനങ്ങളൊക്കെ ആയിട്ട് മേഘൻ വരുന്നുണ്ട് കേട്ടോ. അപ്പു ആണെങ്കിൽ ഓടി വന്ന് മേഘനെ അച്ഛ എന്നൊക്കെ വിളിച്ച് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മാനസയുടെ പരിഭവമൊക്കെ പറഞ്ഞു തീർക്കുകയും അവരോടൊപ്പം സന്തോഷത്തോടെ സമയം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ മേഘൻ. അപ്പോൾ എല്ലാം തൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നേരിട്ട് കാണുന്ന മഞ്ജു ശരിക്കും തകർന്നു പോകുന്നുണ്ട്. മഞ്ജുവിനോടാണെങ്കിൽ സാഗറിന് മനസ്സിലൊരു പ്രണയം തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന മാർക്കോ ഈ അവസരം നീ ശരിക്കും മുതലാക്കണമെന്നും മഞ്ജുവിൻ്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറണം എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേട്ട് മഞ്ജുവിനെ വളയ്ക്കാൻ തന്നെ സാഗറും തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സമയത്ത് മഹാലക്ഷ്മിയെയും സാഗറിനെയും തമ്മിൽ ചേർത്ത് കഥകൾ ഉണ്ടാക്കിയ മഞ്ജുവിന് ഒടുവിൽ സാഗറിനെ തന്നെ ഭർത്താവായിട്ട് സ്വീകരിക്കേണ്ട ഒരവസ്ഥയും വരുന്നുണ്ട് കേട്ടോ. മഞ്ജു ആണെങ്കിൽ താൻ മേഘനെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളെല്ലാം തൽക്കാലം മനസ്സിൽ തന്നെ സൂക്ഷിക്കാൻ തീരുമാനിക്കുന്നു. കാരണം മേഘൻ ഒരു ക്രൂരനാണ്, അയാൾ എന്തു ചെയ്യാനും മടിക്കില്ല. അതുകൊണ്ട് DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് കൂടി കിട്ടട്ടെ, എന്നിട്ട് അയാളെ അത് വെച്ച് പൂട്ടാമെന്ന് തന്നെ മഞ്ജു തീരുമാനിച്ച് ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പുവിൻ്റെ മുടിയിഴയും മഞ്ജു സാഗറിൻ്റെ സഹായത്തോടു കൂടി കൈക്കലാക്കുന്നുണ്ട്. തുടർന്ന് DNA ടെസ്റ്റ് നടത്തി അപ്പു മേഘൻ്റെ മകനാണെന്നുള്ള മഹാസത്യം ശാസ്ത്രീയമായി തന്നെ മഞ്ജു കണ്ടെത്തുന്നുണ്ട്. ദുർഗയും കരുണയൊക്കെ ആണെങ്കിൽ മേഘനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്. മേഘൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ഇതെല്ലാം നമ്മുടെ ശത്രുക്കൾ ചെയ്യുന്ന പണിയാണ്, കണ്ണനും മഹാലക്ഷ്മിയാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് എന്നെല്ലാമാണല്ലോ മഞ്ജുവിനോട് ദുർഗയും കരുണയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് അടക്കം എല്ലാം മഞ്ജു ദുർഗയെയും ഉണ്ണിയെയും കരുണയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കണ്ടു കഴിയുമ്പോൾ അവർക്കും സത്യങ്ങളൊക്കെ ബോധ്യമാവുന്നുണ്ട്. മേഘൻ ഒരു ചതിയനാണ് എന്നുള്ള സത്യം അവരും തിരിച്ചറിയുന്നു. അവൻ ഇത്തരത്തിൽപ്പെട്ട വഷളനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല മോളെ. കണ്ണനും മഹാലക്ഷ്മിയും മേഘനെക്കുറിച്ച് പറഞ്ഞപ്പോഴൊന്നും നമ്മളാരും അവർ പറഞ്ഞത് മുഖവിലക്കെടുത്തില്ല. എല്ലാം മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നതിലുള്ള അസൂയ കൊണ്ട് പറയുന്നതാണെന്ന് കരുതി എല്ലാം മറച്ചു വെച്ച് നിന്നെ അവനെ കൊണ്ട് കെട്ടിച്ച എൻ്റെ സ്വന്തം ആങ്ങളയെ കൂടി വെറുതെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർത്തതിന് എൻ്റെ ആങ്ങളയോടും സീമന്തിനിയോടും 2 വാക്ക് ചോദിക്കണം എന്ന് പറഞ്ഞ് പരിതപിച്ചുകൊണ്ട് ദുർഗ വാമനെ വിളിക്കുന്നുണ്ട്. തുടർന്ന് അവർ തമ്മിൽ പുരിഞ്ഞടിയാണ് കേട്ടോ നടക്കുന്നത്. സീമന്തിനിയാണെങ്കിലും പലതും പറയുന്നുണ്ട്. നിൻ്റെ മോൾ ഒന്നും കൊണ്ടുവരാതെയാണ് എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് വന്നത്, എന്നിട്ടും അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ പൊരിഞ്ഞടിയാണ് കേട്ടോ നടക്കുന്നത്. അങ്ങനെ കണ്ണനെയും മഹാലക്ഷ്മിയെയും തമ്മിൽ വേർപിരിക്കാൻ നോക്കിയവർ തന്നെ പരസ്പരം കണ്ടാൽ കടിച്ചു കീറാൻ പാകത്തിൻ്റെ ബദ്ധശത്രുക്കളായിട്ട് മാറുന്നുണ്ട്. അതോടുകൂടി തന്നെ മാർക്കോ ആഗ്രഹിച്ച പോലെയൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ കിടലനായിട്ടുള്ള ത്രില്ലിംഗ് എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്